ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാസ്റ്റിംഗ് കോള് കാണാറുണ്ട്. സമൂഹ മാധ്യമത്തിലൊക്കെ കാസ്റ്റിംഗ് കോള് കാണാറുണ്ടല്ലോ. കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഈ നമ്മളേതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ കാണാം. മിക്കവാറും ഫേസ്ബുക്കിലും വാട്സപ്പ് സിനിമ ഗ്രൂപ്പിലൊക്കെ ഈ പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അപേക്ഷ അയക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ നമ്മുടെ ഫോട്ടോയും അഡ്രസ്സും അങ്ങനെ അത് അയച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാസ്റ്റിംഗ് കോളിന് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ വ്യക്തമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാസ്റ്റിംഗ് കോൾ കണ്ടാൽ അതിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കും. അതിലേക്ക് മിക്കവാറും നമ്മുടെ ഫോട്ടോ, ബയോഡാറ്റ എല്ലാ ഡീറ്റെയിൽസും അയക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ചില കാസ്റ്റിംഗ് കോൾ ഗ്രൂപ്പ് പേര് മെയിൽ ID ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ആ മെയിൽ IDയിലേക്ക് നമ്മൾ അപേക്ഷ സെൻഡ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മളൊരു കാസ്റ്റിംഗ് കോൾ കണ്ടാൽ അതിൽ കാണുന്ന വാട്സപ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ അയക്കാമെന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ളൊരു ബയോഡാറ്റ തയ്യാറാക്കുക. ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, വയസ്സ്, സ്ഥലം, അതൊക്കെ വ്യക്തമാക്കിയിട്ട്, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മൾ ഏതെങ്കിലും മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ, പിന്നെ നമ്മുടെ ഉയരം എത്രയാണ്, അത് നമ്മുടെ തൂക്കം എത്രയാണ്, പിന്നെ അതുകൂടാതെ നമ്മുടെ അരവണ്ണത്താണ്, നെഞ്ചിൻ്റെ വീതി എത്രയാണ്, അതൊക്കെ വ്യക്തമാക്കിയിട്ട്, പിന്നെ നമ്മുടെ കളറ് എന്താണ്, ഇതൊക്കെ വിശദമായി തയ്യാറാക്കിക്കൊണ്ട് ഒരു റിട്ടൺ ബയോഡാറ്റ, അതായത് മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് തയ്യാറാക്കുക, ബയോഡാറ്റ തയ്യാറാക്കുക. കൂടാതെ നമ്മുടെ ഒരു വീഡിയോ തയ്യാറാക്കണം. അതായത് നമ്മൾ ആരാണ്, അതായത് നമ്മുടെ പേര്, പിന്നെ വയസ്സ്, നമ്മുടെ സ്കിൻ ടോണിൻ്റെ നിറം, പിന്നെ കണ്ണിൻ്റെ നിറം, പിന്നെ നമ്മൾ ഏതെങ്കിലും മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഉയരം എത്രയാണ്, നമ്മുടെ തൂക്കം എത്രയാണ്, അരവണ്ണം എത്രയാണ്, നെഞ്ചളവ് എത്രയാണ്, അതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കണം. ആ വീഡിയോ പിന്നെ നമ്മുടെ എന്താണ് ആ വീഡിയോ കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് വ്യൂ കാണിക്കണം. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, പിന്നെ ബാക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ ഒരു 4 ഫോട്ടോ അതോടൊപ്പം ഈ വീഡിയോ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം 4 ഫോട്ടോ, അതായത് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം 4 ഫോട്ടോ, പിന്നെ നമ്മുടെ ഒരു ഹാഫ് ഫോട്ടോ, പിന്നെ നമ്മുടെ സൈഡ് വ്യൂ, റൈറ്റ് സൈഡിൽ ഒരു വ്യൂ, ലെഫ്റ്റ് സൈഡ് ഒരു വ്യൂ, അങ്ങനെ 4 ഫോട്ടോ. ആ 4 ഫോട്ടോയും കൂടിയിട്ട് നമ്മൾ ഈ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും തയ്യാറാക്കി നമ്മൾ അയച്ചു കൊടുത്താൽ കൂടാതെ നമ്മുടെ ഫോൺ നമ്പർ മസ്റ്റായിട്ട് അതിൽ ആഡ് ചെയ്യണം, വാട്സപ്പ് നമ്പർ ചെയ്യണം. അപ്പോൾ അതിലേക്കാണ് ഒരു റിപ്ലൈ അയക്കുക. അപ്പോൾ നമ്മളോട് ഒന്നുണ്ടെങ്കിൽ ഓഡിഷന് അറ്റൻഡ് ചെയ്യാൻ പറയും. മിക്കവാറും ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടല്ലാണ്ട് നേരിട്ട് അങ്ങനെ നമ്മൾ അപേക്ഷ അയച്ചാലൊന്നും മാത്രമായിട്ട് ആരും സിനിമയിലേക്കൊന്നും സെലക്ട് ചെയ്യില്ല. പിന്നെ സെലക്ട് ചെയ്യും, നമ്മുടെ ഫോട്ടോ മാത്രം അയച്ചു കൊടുക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് അയച്ചു കഴിയുമ്പോൾ അതിൽ നമുക്ക് ഡയലോഗൊന്നും തരില്ല. അവർ വെറും ഒരാൾക്കൂട്ടത്തിൽ, അതായത് ഒരു കല്യാണ ഫംഗ്ഷനിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ ഒരു ജാഥ പോണതിൽ നമ്മൾ പങ്കെടുക്കുക, അങ്ങനെയുള്ള അതിലേക്ക് മാത്രമല്ല. നമ്മൾ ഡയലോഗ് ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റ് വേഷങ്ങൾക്ക് തരില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ നാടകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോർട്ട് മൂവിയിലോ അതൊക്കെ അഭിനയിച്ച് നല്ല പരിചയം വേണം. എന്നാലും അവർ നമ്മൾ ഓഡിഷനിൽ പങ്കെടുപ്പിച്ച് നമ്മുടെ കഴിവ് നോക്കിയിട്ടാണ് അവരെ നമ്മൾ അഭിനയിപ്പിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു അപേക്ഷ അയക്കുമ്പോൾ തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളവരും അപേക്ഷ അയക്കാം.